സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി വ്യത്യസ്ത രുചികളുമായി കലവറ ഒരുങ്ങുന്നു. 80,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കലോത്സവത്തിലെത്തുന്ന കുട്ടികൾക്കായി തൃശൂരിൽ ഭക്ഷണ ക്രമീകരണത്തിലുള്ള പന്തൽ ഒരുക്കിയിട്ടുള്ളത്. പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നവധാന്യ ദോശയുടലോടെയാണ് ഇക്കുറി കലോത്സവ കലവറ ഉണരുക. സദ്യവട്ടങ്ങൾക്ക് ആവശ്യമായ പച്ചക്കറികൾ മുതൽ എല്ലാ ഒരുക്കങ്ങളിലേക്കും കലോത്സവ കലവറ എത്തിക്കഴിഞ്ഞു. 13-ന് പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പാലുകാച്ചൽ ചടങ്ങ് പൂർത്തിയാകുന്നതോടെ സദ്യയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ആരംഭിക്കും. പച്ചക്കറികൾ അരിയലും അടുപ്പുകൂട്ടലും തുടങ്ങി കലവറ സജീവമാകാൻ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. അധ്യാപക സംഘടനയുടെ മേൽനോട്ടത്തിലാണ് കലവറയും ഭക്ഷ്യപ്പുരയും പ്രവർത്തിക്കുന്നത്. 600-ലധികം വരുന്ന അധ്യാപകർ ഫുഡ് കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കും. കലവറ ഒരുക്കത്തിന് മുന്നോടിയായി മന്ത്രി കെ രാജൻ പാചകപ്പുര സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. നാലായിരം ആളുകൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനും 5000 പേർക്ക് വരി നിൽക്കുവാനുമുള്ള പ്രത്യേക സൗകര്യവും ഭക്ഷണ പന്തലിൽ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ എല്ലാ ദിവസവും 10,000-ലധികം ആളുകൾക്ക് ഭക്ഷണം ക്രമീകരിക്കും. ഉച്ചയ്ക്ക് 20,000 ആളുകൾക്കായുള്ള ഭക്ഷണവും തയ്യാറാക്കും. ഭക്ഷ്യപ്പുര കുറ്റമറ്റ രീതിയിൽ വിപുലമായി പ്രവർത്തിക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. സാമാന്യം വളരെ സംതൃപ്തമായ വിധത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ടുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നല്ല പരിശോധനകൾ നടത്തിയിട്ടുള്ളതാണ്. സ്കൂൾ വിദ്യാർത്ഥികളാണെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 20,000-ഓളം പേരെങ്കിലും ഉച്ചയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് ഭക്ഷണം കഴിക്കാൻ തയ്യാറാക്കണം. അത് 1,00,000 വരെ പോകാനും സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആവശ്യമായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പിറകിലേക്ക് കുട്ടികൾക്ക് ഭക്ഷണം കഴിച്ച് പോകാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് കുടിവെള്ളം എത്തിക്കുന്ന കാര്യം, കുടിവെള്ളം വിതരണം ചെയ്യുന്ന കാര്യമെല്ലാം നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൈ കഴുകാനുള്ള സൗകര്യങ്ങൾ, ആവശ്യത്തിന് ടാപ്പുകളുണ്ട്. മത്സരങ്ങൾ നീണ്ടുപോയാലും എല്ലാ കുട്ടികൾക്കും വേണ്ടി രാത്രി 1 മണിവരെ കലവറ പ്രവർത്തിപ്പിക്കുമെന്ന് സംഘാടകരും അറിയിച്ചു. ജനം, തൃശൂർ.